ഇനി ഇതിലൊരു 3 പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇന്ന് എനിക്ക് റിസീവ് ആയത്, ഇന്ന് എന്ന് പറയാൻ പറ്റൂല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാമാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യണതാട്ടോ. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് ഇപ്പോൾ 2-3-4 ദിവസത്തോളം ആയിട്ടുണ്ട്. പക്ഷെ ഞാനതിങ്ങനെ എന്താ പറയല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എനിക്കൊരു 13-ാം തീയതിയാണ് എക്സാം. അപ്പോൾ ഞാൻ അത് എക്സാം ആവണതിന് മുമ്പ് പിന്നെ ഞാൻ ഇന്നൊരു ഫ്രീ ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേനും ഏകദേശം എനിക്ക് തോന്നുക 12-ാം തീയതി ആവും ഇൻഷാ അല്ലാ. അങ്ങനെ ഇതുമ്പോൾ തന്നെ ഒരു ബാനറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. സൂറത്തു നിന്നാണ് ഈ ഒരു ഷോൾ അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഈ ഷോളിൻ്റെ ഹൈലൈറ്റ് എടുത്ത് പറയാമെന്നുള്ളതെന്ന് വെച്ചാൽ ഫുള്ള് റൗണ്ടായിട്ട് പൊതച്ച്, ഇപ്പോൾ നമ്മൾ മുസ്ലിംസിനൊക്കെ പറഞ്ഞാൽ പൊതച്ച് യൂസ് ചെയ്യാനാണ് ഇഷ്ടം, പൊതച്ച് യൂസ് ചെയ്യാൻ. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് ഇത് 4 ഭാഗത്തും ലേസിലാണ് ഈ ഷോൾ കവർ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഷോളാണ്, പിന്നെ ലേസ് വർക്കോട് കൂടെയാണ് ഈ ഷോളിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. നല്ല ലെങ്ത്തുണ്ട്, നല്ല വിടുത്തുണ്ട്. നമ്മളമ്മമാർക്കൊക്കെ മേക്സിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പുള്ളി ഷോളാണ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇനി കാണിക്കാട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇത് നമ്മളൊരു 15 വയസ്സ് വരെയുള്ള 15 വയസ്സ് അല്ല സോറി 12 വയസ്സ് വരെയുള്ള മക്കൾക്ക് നല്ല പൊള്ളിയായിട്ട് പോകുന്ന ഒരു 3 മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള മക്കൾക്ക് ഇഷ്ടപ്പെട്ട യൂണിക്കോണിലും അതുപോലെ പിന്നെ റെയിൻബോയിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി 3 സെറ്റാണ് ഇവിടെ എനിക്കൊരു റിസീവ് ചെയ്തിട്ടുള്ളത്. അതും പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള റെയിൻബോ പിങ്ക് കളറ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. ഇതിന് 3 കൂടി ഞാൻ വാങ്ങിയത് ഒരു 300 രൂപക്കാണ്. നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഒന്നിന് നിങ്ങൾ ആലോചിക്കും 100 എടുക്കണുള്ളൂ. ഇത് നമ്മൾ പുറത്ത് പോയി നമുക്ക് 100 രൂപക്ക് കിട്ടുമോ? നിങ്ങൾ പറയും കിട്ടുമോ? നമ്മൾ എത്ര തിരഞ്ഞാലും എനിക്ക് തോന്നണില്ല. അത് ഒരു പ്രോഫിറ്റും കൂടി എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 150 രൂപക്ക് അല്ലെങ്കിൽ 200 രൂപക്ക് എന്തായാലേ കിട്ടുള്ളൂ. ഈ ഒരു സാധനം വന്നിട്ട് ഇതുമേൽ സ്റ്റാറും അതുപോലെ പിങ്ക് കളറ് റെയിൻബോൻ്റെ വർക്ക്. പക്ഷേ ഇത് ഞാൻ എക്സ്ചേഞ്ചിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിപ്പമില്ല ആൾക്ക്. അപ്പം ഞാൻ 8 വയസ്സിൻ്റെ അടുത്തത്. അപ്പം ഇനി ഇത് മാറ്റിയിട്ട് ഒരു 9 to 10 സൈസിലാണ് ഇത് എടുത്തത് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഇറക്കമില്ലാത്ത കാരണം കൊണ്ട് പിന്നെ എനിക്കിത് എടുക്കാൻ തോന്നിയില്ല. അപ്പം ഞാനത് മാറ്റി എക്സ്ചേഞ്ചിന് ഇട്ടിട്ടുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് ലൈറ്റ് പിങ്കിലാണ് വന്നിട്ടുള്ളത്. മറ്റേത് ഡാർക്ക് പിങ്കിലായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് പിങ്കിൽ വന്നത് യൂണിക്കോണിലാണ് കേട്ടോ. യൂണിക്കോണാണ് 2 യൂണിക്കോണിലാണ് മക്കൾക്ക് ഇഷ്ടപ്പെട്ട തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയല്, ഈ പ്രൊഡക്റ്റും സെയിം തന്നെയാണ്. 3 ഒരു കോമ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് റിസീവ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയും എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് 150 രൂപയാണ് 3 150 അല്ല 100 രൂപയാണ് 3 അവർ നമ്മളടുത്ത് നിന്ന് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സെയിൽ നടക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ അതിൽ കയറിയിട്ട് പോയി വാങ്ങിക്കോളി. നല്ല വെർത്താണ്. കാരണം നമ്മൾ കുട്ടികൾക്ക് ഡെയിലി യൂസ് എത്രേ വാങ്ങിച്ചു കൊടുത്താലും തികയാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ടിനൊക്കെ പറഞ്ഞാൽ ഇത്രയും ഒരു പൊളി സാധനം നമ്മൾക്ക് ഇനി വേറെ കിട്ടാനും ഇല്ല. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കോളി എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ. അടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട ലാവൻഡർ കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് എങ്ങനെ വാങ്ങണേ അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈനിൽ റിസീവ് ആവണത്. ഞാൻ ഇന്നെ സംബന്ധിച്ച് ഇതും യൂണിക്കോൺ ടൈപ്പ് തന്നെ കേട്ടോ. ഇതുപോലെ നിറച്ച് ഫ്ലവർ അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഓൺലൈനിൻ്റെ പെർമനൻറ്റ് കസ്റ്റമറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈഡായിട്ട് ഓൺലൈനത്തെ കാര്യങ്ങൾ മാത്രമല്ല, അതുപോലെ ഞാൻ പുറത്ത് പോണ വീഡിയോസുകൾ, അതുപോലെ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു എക്സാമിൻ്റെ വീഡിയോ വരാണ്ട് കേട്ടോ. ഞാൻ എക്സാമിന് പോണതും കോളേജിൽ പോയി എക്സാം എഴുതുന്നതും അങ്ങനത്തെ ഒരു വീഡിയോ വരാണ്ട് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഞാനിങ്ങനെ വാങ്ങിച്ച പ്രൊഡക്റ്റുകൾ ഓരോ അൺബോക്സിങ് വീഡിയോസും അതിൻ്റെ റിവ്യൂ
റിവ്യൂവും അൺബോക്സ് വീഡിയോ അങ്ങനത്തെ ഓരോ വീഡിയോസുകളൊക്കെ കേട്ടോ ഞാൻ അധികം ഈ ചാനൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ കൂട്ടിക്കൊള്ളി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇത് 3 നമുക്ക് കിട്ടിയ കോംബോ പീസ്. അപ്പോൾ അടുത്തത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉമ്മച്ചി എനിക്ക് നെക്കിലാക്കി തരി. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കണം, ലോ ടൈം ആയിട്ടുണ്ട്, ലോ കപ്പാസിറ്റി ആയിട്ടുണ്ടെങ്കിൽ കുത്തി വെച്ചിട്ടില്ലായിരുന്നു എക്സാം ആയ കാരണം കൊണ്ട്. അപ്പോൾ ഇത് ഉമ്മച്ചി ആക്കിത്തരി എന്ന് പറഞ്ഞിട്ട് ആകണില്ല. എന്നാലും എനിക്ക് അതിൻ്റെ റിവ്യൂ എടുക്കാൻ പറ്റാതിരിക്കാനും കഴിയണില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏറ്റവും വെർത്തായിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇതാണ് നമ്മൾ ആ ഒരു ടൈറ്റ് ആക്കണം നമ്മൾ ബോഡിയിൽ. അത് വെച്ചിട്ട് ഒരു മനുഷ്യനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒന്നിനും സപ്പോർട്ടും വേണ്ട. ഇത് നമ്മൾ മുറുക്കുക, ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ബോഡിയിൽ ടൈറ്റ് ആക്കിയിട്ട് എവിടെയാണോ നമ്മൾ കാൽമേലാണെങ്കിലും എവിടെയാണെങ്കിലും അത് വെച്ചിട്ട് മുറുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൊസസ്സർ അങ്ങനെ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ഫോണിന് ഒരു കവറ് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഓൺലൈൻ ത്രൂ ഒന്നും കവർ എടുക്കാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു സാധനത്തിനും മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാനോ അതുപോലെ ഒന്നിനും ഞാൻ നിൽക്കലില്ല. നേരെ ഓൺലൈനിൽ കാണുന്ന ഐറ്റംസ് എടുക്കുക. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഡ്രസ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇങ്ങനത്തെ ഫോൺ കവറൊക്കെ നമ്മൾ എത്രത്തോളം വാങ്ങിയാൽ നമുക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ എത്രത്തോളം നമ്മൾക്ക് എങ്ങനെ സൈസൊക്കെ എങ്ങനെ അറിയാത്ത ആളുകളാട്ടോ ചോദിക്കല്, സൈസൊക്കെ എങ്ങനെ നമുക്ക് കറക്റ്റ് കിട്ടുമോ, കുട്ടികളുടെയാണെങ്കിലും ഞാൻ എല്ലാതും ഇപ്പോൾ അതായത് എൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ ഓൺലൈൻ ത്രൂ ആണ് പർച്ചേസിലൊന്നും ഞാൻ ഷോപ്പിൽ പോയി എടുക്കലില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും സൈസൊക്കെ കറക്റ്റ് ആവുമോ, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കിട്ടുമോ, ഇതൊക്കെ അറിയാത്തവരുടെ ധാരണകളുണ്ട് നമ്മളോട് ചോദിക്കണത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഏത് സൈസ് എടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയുകയാണ്, നല്ലതാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞു.